ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ. എല്ലാ ഭാഗത്തുനിന്നും അവർ വന്നെത്തിയിരിക്കുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ, മരച്ചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വലിച്ചുകൊണ്ടുവരുന്ന ജീനികളും കുളമ്പുകളുമൊക്കെ ഓറഞ്ചും പച്ചയും വെള്ളയും നിറമുള്ള ചായം കൊണ്ട് വരയിട്ട് അലങ്കരിച്ച കാളകൾ, ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും പാർശ്വങ്ങളുമുള്ള ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളിന്മേലും നടന്നും ഓടിയും ജനങ്ങൾ വന്നു. തലപ്പാവുകളുമായി നാട്ടിൻ പുറത്തുകാർ ഉത്സവമോടിയിൽ തിളങ്ങുന്ന സാരിയുമുടുത്ത് തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കയ്യിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച അവരുടെ സ്ത്രീകളോടൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി. നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്. നാം സ്വതന്ത്രരായിരിക്കുന്നു. ലാപ്പേർ, ലാറി കൊളിൻസ്, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിലെയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട വിവിധ കാഴ്ചകളാണ് മുകളിൽ പറഞ്ഞത്. സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സന്ദേശം. ഒരു പുതിയ നക്ഷത്രം. പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ നക്ഷത്രം ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ. ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. ന്യൂഡൽഹി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടനുബന്ധിച്ച് പ്രമുഖ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിന സന്തോഷത്തിനോടൊപ്പം സന്താപവും നിറഞ്ഞ അവസരമായി മാറി. വിഭജനാനന്തര ഇന്ത്യ. ഭൂപടം 7.1 നിരീക്ഷിക്കൂ. ഇതിൽ നിന്നും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്ഥാനം തിരിച്ചറിയൂ. ഈ ഭൂപടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നിങ്ങനെ തിരിഞ്ഞു. ഇന്ത്യ വിഭജനത്തിന്റെ വിശാലമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായി സിറിൽ റാഡ്ക്ലിഫിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. സിറിൽ റാഡ്ക്ലിഫിനെയായിരുന്നു ഭൂപടം തയ്യാറാക്കാനായിട്ട് ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായിട്ട് ഏൽപ്പിച്ചത്. റാഡ്ക്ലിഫിനെയായിരുന്നു. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു എന്നത് നമുക്ക് ഈ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായി മാറി. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നു. കിഴക്കൻ ബംഗാൾ എന്തായി മാറി? പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും നീങ്ങി. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലുള്ള ഒരു കൂട്ടപ്പലായനം അവിടെ ഉണ്ടായില്ല. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങളാണ് പറയുന്നത്. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത, ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം, ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായത്. സിൽഹെറ്റും ഹിതപരിശോധനയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹെറ്റ്. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിൽഹെറ്റിലെ ഭൂരിഭാഗം
പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. സിൽഹറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. സിൽഹറ്റിലെ കരിംഗഞ്ച് എന്ന പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുമായി ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. മാഞ്ചസ്റ്റർ ഗാർഡിയൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖ. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയുമില്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖയെന്ന് പറയുന്നത്. വിഭജനം നോവായി മാറിയപ്പോൾ. ഈയിടെയുണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തോവാഖൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മഥിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹുതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. ഒരു മാസം മുമ്പ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളും ഏന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലാവും വിധം ചെറുത്തുനിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തിയ ആക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ആക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനിടയായി എതിർത്തവരിൽ 40 പേരെ അവർ വെട്ടിക്കൊന്നു. വളരെ അധികമുണ്ടായിരുന്ന ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ ആ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടും എന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി. 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. ഉർവശി ഭുട്ടാലിയ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ്. ഉർവശി മലയാളമാണ് മൗനത്തിൻ്റെ മറുപുറം. മൗനത്തിൻ്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ഭൂട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണ് ഇത്. 1947 ഏപ്രിൽ 15 സ്റ്റേറ്റ്സ്മാനിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ മൗനത്തിൻ്റെ മറുപുറം. മുകളിൽ നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. വിഭജനകാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാൻ കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായവും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പലായനം ചെയ്യുന്നവരുടെ ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. വിഭജനം ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കി. രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെ ഇരുട്ടാണ്? പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജിയെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 1948 ജനുവരി 30 വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഭരണഘടനയിലെ
പടവുകൾ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. തുടർന്ന് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. തുടർന്ന് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഭരണഘടന പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. ഇതിൻ്റെ ഫലമായി 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയും 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. തുടർന്ന് 1951-52 കാലഘട്ടത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? കോളനിവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. അതൊരു പ്രശ്നമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപീകരിക്കൽ. ഈ വെല്ലുവിളികൾ നേരിടുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ വിശദമായി പരിശോധിക്കാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടൽ. അഭയാർത്ഥികളുടെ പുനരധിവാസം. വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി മാറി. ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു. വിഭജനകാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നു. എങ്കിലും പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തോടെ ഈ അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാനായത്. 1971 ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. ബംഗ്ലാദേശ് രൂപീകരണം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറുകയാണ് ചെയ്തത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യ ഗവൺമെൻറ് വെല്ലുവിളികൾ നേരിടുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിക്രമങ്ങളാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എങ്ങനെയാണ്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരമുണ്ടായിരുന്നു. 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനോ ഉള്ള അധികാരം ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനായി ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിരുന്ന വി പി മേനോനും നയിച്ച സംഘമായിരുന്നു ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ചത്. ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. എന്നാൽ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഏതൊക്കെയാണ്?
തിരുവിതാംകൂർ, ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചയിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവിപ്പേഴ്സ് അനുവദിച്ചു നൽകി. ഇനി എന്താണ് പ്രിവിപ്പേഴ്സ്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായുള്ള ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പിട്ടു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. ഇത് പരിഹരിക്കുന്നതിനായി ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായകമായി ഒരു നിശ്ചിത തുക നൽകി. ഇതാണ് പ്രിവിപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനായി ഭീമമായ തുക സർക്കാരിന് ചെലവായിരുന്നു. 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരം പ്രിവിപ്പേഴ്സ് നൽകുന്നത് നിർത്തലാക്കി. പ്രിവിപ്പേഴ്സ് നൽകുന്നത് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 1971 26ാം ഭേദഗതി. അടുത്ത ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിലെ മോചനമാണ്. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. 1947 ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളുടെ ആയ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി. തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടു. ഫ്രാൻസുകാർ 1954 ഇന്ത്യ വിട്ടു പോകാൻ തയ്യാറായി. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ മാഹി, യാനം, കാരക്കൽ, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ. ഈ പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ ഉണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടുമാറാൻ വിസമ്മതിച്ചു. 1954 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. 1954 ജനകീയ സമരത്തെ തുടർന്നാണ് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചത്. തുടർന്ന് 1961 സൈനിക നടപടിയിലൂടെയാണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിക്കുകയും ചെയ്തു. 1954 ഫ്രഞ്ച് പ്രദേശമായ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവ ഫ്രഞ്ച് അധീനതയിലുള്ള പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും 1954 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. 1961 സൈനിക നടപടിയിലൂടെ ഗോവ പിടിച്ചെടുത്തു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ, പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആശയവിനിമയത്തിനും സാംസ്കാരിക രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാടിസ്ഥാനത്തിലാവണം ഭരണ പ്രദേശങ്ങൾ നിർണ്ണയിക്കപ്പെടേണ്ടത് എന്ന ശക്തമായ വാദം സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പ്രധാന ഘട്ടങ്ങളാണ് ചുവടെ കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ എസ്.കെ. ധർ അധ്യക്ഷനായി 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. 1948 സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ എസ്.കെ. ധർ അധ്യക്ഷനായി വരുന്ന ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട ജെ.വി.പി. കമ്മിറ്റി 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ജെ.വി.പി. കമ്മിറ്റി. 1948 ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു, പട്ടേൽ,
പട്ടാഭി സീതാരാമയ്യ എന്നിവരുൾപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു JVP കമ്മിറ്റി. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയും 1952 ഈ ആവശ്യം ഉന്നയിച്ച് പോറ്റി ശ്രീരാമലു നിരാഹാരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഫലമായി 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശം രൂപം കൊണ്ടത്. 1952 ആയിരുന്നു പോറ്റി ശ്രീരാമലു നിരാഹാരം ചെയ്ത് മരിച്ചത്. ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1951 കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. കേന്ദ്ര സർക്കാർ നിയോഗിച്ചതാണ് ഫസൽ അലി കമ്മീഷൻ ഉൾപ്പെടുത്തി ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഫസൽ അലിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചതാണ് 1953. കേന്ദ്ര സർക്കാരാണ് നിയോഗിച്ചത്. 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. നാം രാഷ്ട്രീയമായി സ്വതന്ത്രമായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിന്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. 1949 ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിക്ക് എഴുതിയ പ്രത്യേക കത്താണ് ആദിത്യ മുഖർജി നെഹ്റൂസ് ഇന്ത്യ എന്നുള്ള പുസ്തകം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ രൂപീകരിക്കാൻ നെഹ്റു തീരുമാനിച്ചത്. തൽഫലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യദൗർലഭ്യവും ദാരിദ്ര്യവുമായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനായി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകിയത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യങ്ങളും ഊർജ്ജോൽപാദനം ആവശ്യമായിരുന്നു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായിട്ട് എന്തൊക്കെ വേണമായിരുന്നു? ജലസേചന സൗകര്യവും ഊർജ്ജോൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചു. സത്ലജ് നദിയിലെ ഫക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് പദ്ധതി എന്നിവ ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതികളാണ്. എന്തൊക്കെയാണ്? സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ, ദാമോദർ നദീ പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് എന്നിവ ഇക്കാലത്ത് വന്ന നദീതട പദ്ധതികളാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ നാൾവഴികൾ നോക്കാം. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിയോഗിച്ചത്. 1944 തയ്യാറാക്കിയ ബോംബെ പ്ലാൻ. 1944 ബോംബെ പ്ലാൻ ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതി, ഗാന്ധിയൻ ആശയങ്ങൾക്ക് അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി, നെഹ്റു അധ്യക്ഷനായ 1950 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ, 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ, 2015 നിലവിൽ വന്ന നീതി ആയോഗ്. ഇതാണ് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ നാൾവഴികളാണ്. ഏതൊക്കെയാണ്? 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938. 1944 ബോംബെ പ്ലാൻ, ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതി, ഗാന്ധിയ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി, നെഹ്റു അധ്യക്ഷനായ 1950 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ. ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്നാണ് വന്നത് 1950 മാർച്ച് 15. 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ, 2015 നിലവിൽ വന്ന നീതി ആയോഗ്. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. സാമ്പത്തിക വികസനവും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. വ്യവസായ വികസനത്തിനായിരുന്നു
അതിനായിട്ട് വ്യവസായ വികസനത്തിനായിരുന്നു ഊന്നൽ നൽകിയത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യപുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതി ഇന്ത്യ ലക്ഷ്യം വെച്ചത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യപുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇനി പറയാൻ പോകുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, സഹായം നൽകിയ രാജ്യം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ്. റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിലവിൽ വന്നത്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിലാണ്. സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയ രാജ്യം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിലാണ്. യുണൈറ്റഡ് കിങ്ഡമായിരുന്നു സഹായം നൽകിയത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ജാർഖണ്ഡിലാണ്, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. നോക്കി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട്, ഇന്നത്തെ ജാർഖണ്ഡ്, സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുധിനി മെച്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. 1959 ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് നിർമ്മിച്ചത്. തുടർന്നുള്ള പദ്ധതികളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജ്ജോൽപാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ രംഗങ്ങളിലും സ്വതന്ത്ര ഇന്ത്യയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായി. അടുത്ത ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാനുള്ള ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി നിയോഗിച്ചു. ഭൂപരിഷ്കരണം എന്ന ലക്ഷ്യം സാമ്പത്തിക വികസനം എന്ന ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി നിയോഗിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂ ഉടമകൾക്ക് കൈവശം വയ്ക്കാനുള്ള ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കി. ഇത് ഒരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഭക്ഷ്യോൽപാദനവും വർദ്ധിക്കുന്നതിന് സഹായകമായി. ഭൂദാന പ്രസ്ഥാനം എന്താണ്? നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്ര നടത്തി വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലയിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറയുകയാണ് ചെയ്തത്. അടുത്ത ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിച്ചു. 1960 മുതലാണ് ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ നടപ്പാക്കിയ പദ്ധതികൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ ഇതിന് വിപ്ലവങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് സ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങൾ ഹരിത വിപ്ലവം എന്നറിയപ്പെട്ടു. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങളെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. 1960 മുതൽ 1970 വരെയും 70 മുതൽ 80 വരെയുമുള്ള 2 ഘട്ടങ്ങളിലായാണ് ഹരിത വിപ്ലവം നടന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെട്ടു. ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിൻ്റെയും പാലുൽപ്പന്നത്തിൻ്റെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും, വൈറ്റ് റവല്യൂഷൻ. മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി നീല വിപ്ലവവും ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കി. ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സാധിച്ചു. ഇനി നോക്കാം ധവള വിപ്ലവം. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപ്പാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾ ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദന സംഘത്തിന് പ്രവർത്തനം ആരംഭിച്ചു. ക്രമേണ ഇത് അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു.
അടുത്ത ബാങ്കുകളുടെ ദേശസാൽക്കരണം, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായങ്ങളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പകളും മറ്റും ബാങ്ക് സേവനങ്ങളും ലഭിക്കാതെ വന്നു. തുടർന്ന് ബാങ്കുകൾ സമ്പന്നർക്കാണ് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് ബാങ്ക് സേവനങ്ങളും ലഭിക്കാതെ വന്നു. തുടർന്ന് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. 1969 ഇത് ബാങ്ക് ദേശസാൽക്കരണം നടന്നു. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്ന 1969 പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിനധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത് എന്ന് നാം കണ്ടല്ലോ. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1990കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിൽ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അടുത്ത വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നുവെന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനും ഗവൺമെൻറ് പല ഘട്ടങ്ങളിൽ വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകൾ അവ ഊന്നൽ നൽകിയ പ്രധാന മേഖലകളുമാണ് ചുവടെ കൊടുക്കുന്നത്. വിദ്യാഭ്യാസ കമ്മീഷന് വർഷം ഊന്നൽ നൽകിയ മേഖല. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നത്. സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു ഇതിന് ഊന്നൽ നൽകിയത്. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ചത്. അത് സർവകലാശാല വിദ്യാഭ്യാസത്തിന് ആ മേഖലയായിരുന്നു ഊന്നൽ നൽകിയത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 രൂപീകരിച്ചതാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസമായിരുന്നു, അതിനെക്കുറിച്ചാണ് പഠിച്ചത്. സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ രൂപീകരിച്ചത്. ഇത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടന നിർമ്മിക്കുകയാണ് ചെയ്തത്. അടുത്ത ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ മേഖലകളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം 1986 ദേശീയ വിദ്യാഭ്യാസ നയം വന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്നിട്ടുണ്ട്. അത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകി. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നത് 1948 സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു ഊന്നൽ നൽകിയത്. ഇത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വന്നത് 1952 സെക്കൻഡറി വിദ്യാഭ്യാസം. പിന്നെ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടന. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. അടുത്ത അറിവിൻ്റെ വിപ്ലവം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന ലക്ഷ്യം. അതിൻ്റെ പുരോഗതിക്ക് നിശ്ചയമായ സീമയൊന്നുമില്ല. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തൻ്റെ ദൗത്യമായി അദ്ദേഹം കരുതി. ഇതിനായി ഹോമി ജെ ഭാഭ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ അറിവിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാനുതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അടിത്തറയിട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ചുവടെ കൊടുക്കുന്നത്. IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അടുത്ത ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. 1974 മെയ് 18 പൊക്രാനിൽ.
ഈ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെട്ടു. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. പിന്നീട് 1998 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ പേരെന്ന് പറയുന്നത്. ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തത്. 1998 രണ്ടാമത്തെ ആണവ പരീക്ഷണം. ആദ്യത്തേത് 1974 മെയ് 18. ബഹിരാകാശ ഗവേഷണം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനം. ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായി എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സുദീർഘമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് 1969 ബാംഗ്ലൂരു കേന്ദ്രമാക്കി സ്ഥാപിതമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ വന്നത് 1969 ബംഗളൂരു കേന്ദ്രമാക്കിയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് പ്രധാന സ്ഥാപനങ്ങളാണ്. ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച അഭിമാനകരമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ചുവടെ കൊടുക്കുന്നത്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ ദൗത്യം. 1975 ഏപ്രിൽ 19 ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ചാന്ദ്രപര്യവേഷണ ദൗത്യങ്ങൾ. 2013 മംഗൾയാൻ ദൗത്യം, സൗരഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥ സ്ഥാപനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആദിത്യ L1 വിക്ഷേപണ ദൗത്യം. ഇവ കൂടാതെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായി ഗഗൻയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ എല്ലാ വർഷവും ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. അടുത്തത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയുടെ സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് APJ അബ്ദുൽ കലാം സാർ. അടുത്തത് ഇന്ത്യയുടെ വിദേശ നയം. ലോക സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നിൽക്കുന്ന ചിത്രത്തിൽ കാണുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിന് ആണ് രൂപം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിൻ്റെയും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? ഇന്ത്യയിലെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവില്ലായും ഒപ്പിട്ട പഞ്ചശീല തത്വങ്ങളിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് 1954 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവില്ലായും ചേർന്നാണ്. 1954 രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുന്നു, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അത് ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻഡ് മൂവ്മെന്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം ലോക സമാധാനത്തിനു തന്നെ ഭീഷണിയായിരുന്നു. ഇരു
ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താൽപര്യവും ഉയർത്തിപ്പിടിക്കുന്നതിന് രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചു. 1983 ന്യൂഡൽഹിയിൽ ചേർന്ന 7ാമത് ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗും കൂടെയുള്ള പിക്ചറാണിത്. ചേരിചേരാ പ്രസ്ഥാന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ 1983. കോളനി ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്നിട്ട് ലോകത്തിന്റെ പ്രധാന ശക്തികളിലൊന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നാം ഇനിയും ഏറെ ദൂരം മുന്നേറേണ്ടതായിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനമായ കേരളവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. അവ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ലോകം ശ്രദ്ധിച്ച കേരളത്തിന്റെ വികസന അനുഭവങ്ങൾ. പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ കേരളത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ജീൻ ഡ്രസ് ആൻഡ് അമർത്യ സെൻ ആൻഡ് അൺസർട്ടൈൻ ഗ്ലോറി, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോട്ടഡിൻ, തീർത്ഥങ്കർ റോയി ആൻഡ് രവി രമൺ കെ, കേരള 1986 ടു ദി പ്രസന്റ് ഇന്ത്യാസ് മിറാക്കിൾ സ്റ്റേറ്റ് 2024. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ കേരള വികസന മാതൃകയെ പറ്റി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ വായിച്ചത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂടി ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1957 നടന്നത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിച്ചു. കേരള ഐക്യകേരള രൂപീകരണത്തിന് മുമ്പാണ് എന്തൊക്കെയാണ് ദക്ഷിണ കർണാടക, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ ആയിരുന്നു നിലകൊണ്ടിരുന്നത്. പിന്നീട് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഇതും പിന്നെ ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കൂടെ ചേർന്നാണ് ഐക്യകേരള രൂപം കൊണ്ടത്. അടുത്തത്, കേരളത്തിൽ നിന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഭൂപരിഷ്കരണം. കേരളത്തിൽ ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതികളാണ് മുകളിലെ കവിതാഭാഗം സൂചിപ്പിക്കുന്നത്. മലയപുലയന മാടത്തിൻ മുറ്റത്തു മഴവന്ന നാളൊരു വാഴ നട്ടു, മനതാരിലാശകൾ പോലതിൽ ഓരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു, മലയൻ നടക്കുന്നു മാടത്തിനലയും മുറയും നിലവിളിയും, അവശന്മാരാർത്തന്മാരാലംബഹീനന്മാരവരുടെ സങ്കടമാരറിയാൻ, പണമുള്ളോർ നിർമ്മിച്ച നീതിക്ക് ഇതിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയിലെ കുറച്ച് വരികളാണ്. ഇത്തരം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത്. തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. ഭൂപരിധി. കേരള ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാനുള്ള ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വയ്ക്കാനാവും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ, ഗവൺമെന്റ് ഓഫ് കേരള. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാന ഫലങ്ങൾ എന്താണ്? കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു. ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കി. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. അറിവിന്റെ വ്യാപനവും വിനിമയവും. കേരളത്തിൽ
ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെ എന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്നതിനായി തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്ത ജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര, ചോതി, കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയും തൽഫലമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂൾ പ്രവേശിക്കുകയും ചെയ്തു. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നാണ് മുകളിൽ നൽകിയിരിക്കുന്ന സംഭവം സൂചിപ്പിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമായി മാറി. ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിയുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്നിവയാണ് ഇതിന് വഴിതെളിച്ച പ്രധാന ഘടകങ്ങൾ. ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യവുമായ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തെ സ്വാധീനിച്ച മറ്റു ചില ഘടകങ്ങൾ കൂടി ഉണ്ട്. അവ ഏതൊക്കെയാണ്? അച്ചടിയുടെ വ്യാപനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം. ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. 1829 സ്വാതി തിരുനാളാണ് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത്. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 1945 ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ. ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത്. ഭൂപരിഷ്കരണ നിയമങ്ങൾ 1958 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുവാൻ കേരളത്തിൽ കഴിഞ്ഞു. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായി 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന സംസ്ഥാനമായി മാറി. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഇതോടെ ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കാൻ തുടങ്ങി. കേരളവും ഉന്നത വിദ്യാഭ്യാസവും. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറകളെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവായ ലക്ഷ്യം. ശാസ്ത്ര, സാങ്കേതിക, മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു കേരള സർവകലാശാല മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്ര, സാങ്കേതിക, കാർഷിക, ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ തൊഴിൽ നൈപുണി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പോളിടെക്നിക്കുകൾ, വ്യവസായ പരിശീലന സ്ഥാപനങ്ങൾ, ITI തുടങ്ങിയവയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതു മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിനു നൽകിയ പ്രാധാന്യവും ആ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃക സംസ്ഥാനമായി വളർത്തിയ പ്രധാന ഘടകം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് 78, കേരളത്തിൽ 94. 1951 ഇന്ത്യയിൽ 27 ആയിരുന്നപ്പോൾ കേരളത്തിൽ 47. ആരോഗ്യ മേഖല നോക്കാം. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധമുള്ള പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കുറഞ്ഞ ചിലവിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുവാനും കേരളത്തിന് കഴിയുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ച ചില നേട്ടങ്ങളുടെ ഫലങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. കുറഞ്ഞ ശിശുമരണ നിരക്കാണ്. കുറഞ്ഞ മാതൃമരണ നിരക്ക്. ഉയർന്ന ആയുർദൈർഘ്യം. അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്കുയരാൻ കേരളം
സാധിച്ചത്. 1965 നടപ്പിലാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൻ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി (KSLMA) യുടെ പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹ്യ നീതിക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങൾ വളർന്നുവന്നത്. അതിനാൽ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിനോടൊപ്പം കിടപിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.